എന്നോ? ആ എന്താ? എനിക്ക് ആകെയുള്ള ഒരു ഭാര്യയെ നീ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? രാജുവിന്റെ ആ ഋതുമോൾ എന്നുള്ള വിളി കേൾക്കുമ്പോ എനിക്ക് മനസ്സിനുള്ളിലെ ഒരു ഐസ് പോലുള്ള കുളിരിന്റെ തണുപ്പ. ഇന്നലെ കൂടി ഞാൻ ശ്രീമോളുടെ ജാതകം ഒന്ന് വായിച്ചതാ. ജാതകവശ ഇപ്പൊ ഒത്തിരി കഷ്ടതയുണ്ട്. അതൊക്കെ പതുക്കെ മാറും. എന്റെ പൊന്ന് വേണുവാശാനെ, എന്റെ പൊന്ന് ചക്കര രാധമ്മേ, നിങ്ങൾ ഇങ്ങനെ മക്കളുടെ കാര്യം പറഞ്ഞ് വെറുതെ ഉരുകി മെഴുകുതിരി പോലെ ആകരുതേ. മക്കൾക്ക് പ്രായമായി കഴിഞ്ഞാ അവരെ അങ്ങോട്ട് മറന്നേക്കണം. അവരവരെ വഴിക്ക്, നമ്മളെ വഴിക്ക്. ദാണ്ട ഇനിയുള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണം. നല്ല ഭക്ഷണങ്ങൾ കഴിച്ചും നല്ല വിനോദയാത്രകൾ നടത്തിയും ജീവിക്ക്. മക്കളൊരു പ്രായം കഴിഞ്ഞാ അവര് മാതാപിതാക്കളുടെ അന്തകരാണ്. പിന്നെ ഞാൻ ആകപ്പാടെ ഒരു കവിത എഴുതിയിട്ടുള്ളൂ, ഒരേ ഒരു കവിത. കിളവി കവിയായിരുന്നു. എന്തായിരുന്നു ആ കവിത? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. അതായിരുന്നു. ഇത് ലോകത്തെല്ലാവരും പറയുന്ന വാക്കാണ്. അവരൊരു കവിതയും കൊണ്ട് വന്നേക്കണം. നില്ലവിടെ. നീ കാപ്പി കുടിച്ചിട്ട് 5 മിനിറ്റ് ആയില്ലല്ലോ, പിന്നെയും കാപ്പി കുടിക്കുന്നോ? ഇങ്ങനെ മിനിറ്റിന് വെട്ടി വിഴുങ്ങല്ലേ. ഓ, നീ വണ്ണം വെച്ച് വീപ്പക്കുറ്റു പോലെ ആയി പോവും. എന്റെ ആഹാര കാര്യത്തിലൊന്നും കയറി തലയിടാൻ വരല്ലേ. ഞാൻ ഇച്ചിരി ആഹാരം കൂടുതൽ കഴിക്കുമെന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് അറിയാം. ഓ, പിന്നെ ഇപ്പം അവരല്ല നിന്റെ രക്ഷാർത്താവ്, അമ്മായിയമ്മയായ ഞാനാ. പിന്നെ ഒരു തുമ്മായിയമ്മ കോടോലി. ഓ, നീ പുട്ടോ ഉപ്പുമാവോ അപ്പോ എന്ത് വേണേലും ആവോളം വിഴുങ്ങിക്കോ. അല്ല, വണ്ണം വെച്ച് ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോ പറഞ്ഞു പോയതാ. ബോഡി ഷേമിങ് നടത്തിയാലുണ്ടല്ലോ വകുപ്പേ വേറെയാ. നിങ്ങൾ അകത്തു പോയി കിടക്കേണ്ടി വരും. പോട്ടടി, വിട്ടേക്ക്. ഇവക്ക് കുഞ്ഞിലെ മുതൽ നല്ല ആഹാരങ്ങൾ കഴിക്കുന്ന ഇഷ്ടമാ. ആഹാരം കഴിക്കുന്ന നല്ല കാര്യമല്ലേ അമ്മേ? ഞാനൊന്നും പറയുന്നില്ലേ രാമനാരായണ. മോള് വിഷമിക്കണ്ട, പോയി കഴിക്ക്, ചെല്ല്. അമ്മ പറഞ്ഞത് കേട്ടില്ലടി, ചെല്ല്. ജേട്ടാ, ജേട്ടാ, എഴുന്നേറ്റ് വാ, ആഹാരം കഴിക്കാം. നല്ല വിശപ്പ്. വിശന്നിട്ട് കുടല് കരിഞ്ഞ് ചിക്കൻ ഫ്രൈ പോലെ ആയി. ഇനി എന്നെ കൊണ്ട് ഈ ഒളിച്ചുകളി പറ്റില്ല. ജേട്ടൻ ഇതിനകത്ത് ഒളിവിലാണെന്ന് ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. ചതിക്കല്ലേ പ്രിയേ? എന്ത് ചതി? എന്റെ അച്ഛനും അമ്മയും നിങ്ങളെ ചതിക്കില്ല. പോലീസ് വന്നാ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ തൊള്ള അവരെന്നെ ടോർച്ചർ ചെയ്യുക. ആ കിളവിയെ കൊണ്ട് ഞാൻ സാഹി കിട്ടും. ഞാൻ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയാൻ പോവാ. അരുത് പ്രിയേ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയുന്നത് വരെ ഞാൻ ഒളിവിലാണ്. സത്യം ആരോടും പറയരുത്. എല്ലാവരും എനിക്കിട്ട് പണി തരും. കട്ടുവാരെ സൂക്ഷിച്ച മുതൽ അവസാനം പട്ടി കൊണ്ടുപോകും. ചതിക്കല്ലേ പ്രിയേ? നിങ്ങളുടെ തൊള്ളം അവരെ പിടിച്ചൊരു തകരമാണത്ത് കയറ്റി കത്തിച്ച് നേരെ ആകാശത്തോട്ടൊക്കെ വിടാം. വാനര ജന്മം. കഴിച്ചോട്ടാ.
രാജു, ഒന്ന് കഴിയുമ്പം മറ്റൊന്നെന്ന് പറയും പോലെ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഇപ്പൊ എന്തിനാ ടെൻഷൻ? ഈ മാരണ അംബിക നമ്മുടെ കൂടെ വരില്ലേ അങ്ങോട്ട്? അവരവിടെ വരുന്ന എങ്ങനെ ശരിയാവും? ഈ ശല്യം അവിടേക്ക് വന്ന പ്രശ്നങ്ങൾക്ക് മുകളിൽ പ്രശ്നമാവില്ലേ? അവിടെ ഉള്ളവരുടെ സ്വസ്ഥത ഇവരെ നശിപ്പിക്കും. ആ നല്ല മനുഷ്യർക്കൊക്കെ ഇവര് പാരയാവില്ലേ? അവര് ആളൊരു ശല്യം തന്നെയാണ്. പക്ഷെ വർമ്മ സാറ് പറഞ്ഞ നമുക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റൂ? അച്ഛൻ എന്ത് വിചാരിച്ചാ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ? ഹേയ്, സാർ ഒരു നല്ല ഉദ്ദേശത്തിലാ അത്തരൊരു തീരുമാനം എടുത്തത്. ഇവര് ഏത് നേരവും നമ്മളോട് ഫൈറ്റ് അല്ലേ? അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ സാർ ഈ ഐഡിയ വെച്ചത്. അച്ഛൻ ഇതുവരെ ഇവരെ ഒട്ടും പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ സാറിന്റെ ജീവിതം ഇതുപോലെ തകരുമായിരുന്നോ? എത്ര സന്തോഷത്തോടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിച്ചേനെ. രാജു, ഈ ഒരു പ്രശ്നത്തിന് എന്താ പരിഹാരം? ഇതിനിപ്പോ തൽക്കാലം വേറെ വഴിയൊന്നുമില്ല. വർമ്മ സാറിനെ ധിക്കരിക്കാൻ എന്തായാലും പറ്റില്ല. അവര് കൂടെ വരട്ടെ. അംബിക വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് അച്ഛനും അമ്മയും കൂടി അഡ്ജസ്റ്റ് ചെയ്തോളും. ഇതിലും വലിയൊരു മുതുപാര അവിടെയുണ്ട്. അളിയന്റെ അമ്മ, സ്മോൾ അമ്മിണി. അളിയന്റെ അമ്മയും ഈ വെകടന്റെ അമ്മയും കൂടി ആ വീട് അലങ്കോലാക്കുമെന്ന എന്റെ പേടി. ആശ്രമം പോലത്തെ ആ വീട് ഒരു ഫിഷ് മാർക്കറ്റ് ആക്കും. 2 ചന്തകളും, ഒന്നമ്മിഴി ഒന്നമ്പികി. എന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം. എന്താ? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി അംബിക തന്നെ ഈ വരവിൽ നിന്ന് പിന്മാറിയേക്കും. വിശ്വസിക്കാൻ പറ്റില്ല രാജു. ഈ സ്ത്രീ ഒരു വിഷമാ. വീട് കുളം തോണ്ടാനുള്ള എന്തെങ്കിലും ഒരു പ്ലാനുമായിട്ടാണ് വരുന്നതെങ്കിലോ? അതേ, അപ്പ നമുക്ക് ഡീൽ ചെയ്യാം. എന്റെ റിദ്ദ് മോളെ, നീ വാ. നമുക്കേ വർമ്മ സാറിന് അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നീ എന്നോ? ആ, എന്താ? എനിക്ക് ആകെയുള്ള ഒരു ഭാര്യയെ നീ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? രാജു, രാജുവിന്റെ ആ ഋതുമോളെന്നുള്ള വിളി കേൾക്കുമ്പോ എനിക്ക് മനസ്സിനുള്ളിലെ ഒരു ഐസ് പോലുള്ള കുളിരിന്റെ തണുപ്പ. അതിനെയാണ് ആലിപ്പഴം പെയ്യുന്നു എന്ന് പറയുന്നത്. ആലിപ്പഴോ? ആ, ഞാൻ വളരെ സ്വീറ്റായിട്ട് ഋതുമോളെ എന്ന് വിളിക്കുമ്പോ ദൈവ ആകാശത്തുനിന്ന് ആലിപ്പഴം പെയ്യിക്കുന്ന ഇങ്ങനെ മണിയായി ആലിപ്പഴം മണ്ണിലേക്ക് വീഴും. പോടാ, അവന്റെ ഒരു നോണ.